ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ ഇതെവിടേക്കാണെന്നല്ലേ? സ്ട്രെയിറ്റ് ഫ്രം മ്യൂണിക് ടു സാൾസ്ബർഗ്. അത് ഓസ്ട്രിയയിലാണ് കേട്ടോ. ഞങ്ങളുടെ ബയേൺ സ്റ്റേറ്റിൻ്റെ ഏറ്റവും അടുത്ത് കിടക്കുന്ന വൺ ഓഫ് ദിസ് കൺട്രിയാണ് ഓസ്ട്രിയ. ഇവിടെ ഒരു ഹാർഷ് വിൻഡോ തുടങ്ങുന്നതിന് മുമ്പ് എവിടെയെങ്കിലുമൊക്കെ പോകാമെന്ന് വിചാരിച്ചു, എസ്പെഷ്യലി പാരൻസിനെ കൊണ്ട്. കുഞ്ഞാവ് ഇന്ന് വളരെ വേഗം എഴുന്നേറ്റിരുന്നു, അതുകൊണ്ട് തന്നെ പിന്നെ ഉറക്കം വന്നു തുടങ്ങിയ ആൾക്ക്. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 2 hours ജേർണി ഉണ്ട് കേട്ടോ ഓസ്ട്രിയയ്ക്ക്, സാൾസ്ബർഗിലേക്ക്. സാൾസ്ബർഗാണ് ഏറ്റവും അടുത്തുള്ള ഞങ്ങൾ ഓസ്ട്രിയയുടെ സിറ്റി. നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത് ഓട്ടോബാനിലൂടെയാണ് കേട്ടോ. ജർമ്മനിയിൽ ഓട്ടോബാനിൽ സ്പീഡ് ലിമിറ്റ് ഇല്ല, എക്സെപ്റ്റ് സം പ്ലേസസ്. ചില കൺസ്ട്രക്ഷൻ സൈറ്റിൽ അല്ലെങ്കിൽ കുറച്ചുകൂടി ഡേഞ്ചറസ് എന്ന് തോന്നുന്ന സ്ഥലങ്ങളിലെല്ലാം കുറച്ച് സ്പീഡ് ലിമിറ്റ്. ഓൺ ദ വേ ആണ്, ഇൻ ബിറ്റ്വീൻ ഒരു കോഫിക്ക് വേണ്ടി നിർത്തിയതാണ്. അപ്പോഴാണ് ഞാൻ ഈ വ്യൂ കണ്ടത്. സോറി, ഞാൻ ബാക്ക് ക്യാമറ കൊണ്ട് കാണിച്ചു തരാം. ആഹാ, എന്ത് വ്യൂ ആണല്ലേ. ഞാൻ വ്യൂ എടുക്കാൻ പോയപ്പോഴേക്കും ഇവര് ചായ വാങ്ങിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു, ഐ മീൻ കോഫി. ഇവിടെ തന്നെ അല്ലേ? കണ്ടോ? ഹലോ, നമ്മൾ എന്താണ് ഓർഡർ ചെയ്തത്? നല്ലൊരു ഈ തണുത്ത സമയത്ത് നല്ല ചൂട് കാപ്പി കുടിക്കാനായിട്ട് നമ്മളിവിടെ വന്നിരിക്കുന്നത് മ്യൂണിക്കിൽ നേരെ സാൾസ്ബർഗിലോട്ട്. സോ മമ്മി കാറിൽ കുഞ്ഞാവയുടെ ഒപ്പമാണ്. ഞങ്ങൾ കോഫിയൊക്കെ വാങ്ങിച്ച് മമ്മിക്ക് വേണ്ടിയിട്ടുള്ള കോഫി വാങ്ങിച്ച് ഇറങ്ങിയാണ്. ഓസ്ട്രേലിയയിലേക്ക് അടുത്ത് വരുമ്പോഴും ലാൻഡ്സ്കേപ്പ് കംപ്ലീറ്റ്ലി മാറും കേട്ടോ. ഇവിടുത്തെ ഹിൽസ്, ആൽപൈൻ സ്റ്റൈൽ ഹൗസസ്, ഒരു ഡിഫറെൻറ്റ് ഫീലാണ് കേട്ടോ. ഞങ്ങളങ്ങനെ സാൾസ്ബർഗിലെത്തി കേട്ടോ. ഇവിടെ ഞങ്ങൾ എത്തിയപ്പോൾ ഭയങ്കര വലിയൊരു ക്രൗഡ് ഉണ്ടായിരുന്നു കേട്ടോ. എന്തിനാണെന്നല്ലേ, ഈ ലെമണും ഓറഞ്ചും ഒലിവ് ഓയിലൊക്കെ വാങ്ങിക്കാനായിരുന്നു. ഞങ്ങളും ടേസ്റ്റ് ചെയ്ത് നോക്കി, കുറച്ച് ഓറഞ്ച് ഫിഗും വാങ്ങി. ഇവിടുത്തെ ആളുകൾ ഭയങ്കര വെൽക്കമിങ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. ആ പുള്ളിയുടെ ഗ്രാൻഡ് ഡോട്ടർ ഓറഞ്ച് കഴിക്കുന്ന വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരുമായിരുന്നു. ആൻഡ് ഹി വാസ് സേയിങ് ദാറ്റ് ഇറ്റ് ഈസ് സോ ഹെൽത്തി. പുള്ളിക്കറിയില്ലല്ലോ ഇസകൂട്ടൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഷീ ഈസ് ലൈക്ക് എ ബിഗ് ഫാൻ ഓഫ് ഓറഞ്ചസ്. നമ്മളപ്പം ഓസ്ട്രിയയുടെ മിറബൽ പ്ലാറ്റ്സിലാണ് നിൽക്കുന്നത്. മിറബൽ പ്ലാറ്റ്സ് ഗാർഡൻ എന്ന് പറയുന്നത് ക്വൈറ്റ് ഫേമസ് ആണ്. യു ക്യാൻ സീ ഇവിടെ ക്രിസ്മസ് മാർക്കറ്റുകളൊക്കെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 20th ഇവിടെ ക്രിസ്മസ് മാർക്കറ്റ് തുടങ്ങുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ക്രിസ്മസ് ഡേ വേഗം തന്നെ എത്തിയല്ലോ എന്നുള്ള റിയലൈസേഷൻ വന്നത് കേട്ടോ. ക്രിസ്മസ് മാർക്കറ്റുകളിൽ, സ്പെഷ്യലി ജർമ്മനിയിലെ ക്രിസ്മസ് മാർക്കറ്റുകളിൽ നല്ല ഫുഡ് ഐറ്റംസ് കിട്ടും കേട്ടോ, നല്ല വെറൈറ്റി. സ്പെഷ്യലി ഡിസംബറിൽ നല്ല തണുപ്പായതുകൊണ്ട് നല്ല തണുപ്പത്ത് നല്ല ഫ്രൈഡ്, കുറച്ച് അൺഹെൽത്തി ആണെങ്കിലും ഫ്രൈഡ് ചൂടൻ്റെ സാധനങ്ങൾ കഴിക്കാൻ എന്ത് സുഖമാണെന്നറിയും. ഞാൻ ക്രിസ്മസ് മാർക്കറ്റിൽ പോകുമ്പോൾ നിങ്ങളെയും കൊണ്ടുപോകാട്ടെ ഇപ്രാവശ്യം. എനിക്ക് വിൻ്റർ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. വിൻ്ററിൽ സ്പെഷ്യലി ഇലയില്ലാത്ത മരങ്ങൾ നിൽക്കുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ട്. ആ മരങ്ങളുടെ ബ്രാഞ്ചസിൻ്റെ ആ എസ്തറ്റിക് ഫീലൊക്കെ ആയിരിക്കും, എനിക്കറിയില്ല എന്താന്ന്. വിൻ്റർ ആണെന്ന് തോന്നില്ലാത്ത രീതിയിൽ നല്ല ചൂടാണ്. ഇറ്റ്സ് എ റിയലി ഗുഡ് വെതർ ഡേ. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മിറാബെൽ ഗാർഡനിൽ നിന്ന് ഓൾഡ് ടൗണിലേക്കാണ്. സോ ഒരു ബ്രിഡ്ജ് ഉണ്ട്, ആ ബ്രിഡ്ജ് നമ്മൾ ക്രോസ് ചെയ്ത് നമ്മൾ ഓൾഡ് ടൗണിലേക്ക് പോകും. ഒരു നല്ല രസമല്ലേ ഇതൊക്കെ കാണാൻ. ബ്രിഡ്ജ് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി പ്രതീക്ഷിച്ചു. ബട്ട് നല്ല ലുക്കാണല്ലേ ഇത്. ഇവിടെ കുറേ നാൾ താമസിച്ച് പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ ചില സീനറിയൊക്കെ കാണുമ്പോൾ ഇതത്ര പോരല്ലോ എന്നുള്ള ഫീലിംഗ് ഒക്കെ വന്നു തുടങ്ങിയിരുന്നു. സോ ആ ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓൾഡ് ടൗണിലെത്തി. ഓൾഡ് ടൗൺ കുറച്ചുകൂടി ക്രൗഡഡ് ആണെന്ന് തോന്നിയിട്ടോ. ഓഫ് കോഴ്സ് ഇതൊരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ടായിരിക്കാം. നല്ല ക്രിസ്മസ് ഡെക്കറേഷൻ ഉണ്ടായിരുന്നു, പക്ഷേ ഭയങ്കര വിലയും. ഞങ്ങളിപ്പോൾ ചുരുങ്ങിയത് ഒരു 1 hour നടന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നു. ഞങ്ങൾ കണ്ട ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിൽ കയറി. ചൈനീസ്, കൊറിയൻ, ജപ്പാനീസ് ഈ ഫുഡെല്ലാം ഞങ്ങളുടെ ഭയങ്കര വലിയ വീക്ക്നെസ്സാണ്. അയ്യോ, വിയറ്റ്നാമീസ് മറന്നുപോയി അതും. ഓ വാവ്, എന്ത് സൂപ്പർ ഫുഡാണല്ലോ അവിടുത്തെയൊക്കെ. ഒബ്വിയസ്ലി ഇന്ത്യൻ ഫുഡിൻ്റെ ബിഗ് ഫാനാണ്, പറയേണ്ടതില്ലല്ലോ. ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ഒരു ക്രിസ്മസ് മാർക്കറ്റിലാണ്. ആൻഡ്
ചെറു ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പപ്പ ഇസ് ഗോയിങ് ടു ട്രൈ ബ്ലൂ വൈൻ. നമ്മുടെ ക്രിസ്മസ് സീസൺ തുടങ്ങിക്കഴിഞ്ഞു. ജർമ്മനിയിൽ ഇനി ക്രിസ്മസ് മാർക്കറ്റ് തുടങ്ങാൻ 2 ആഴ്ച കൂടി എടുക്കും. പക്ഷേ ഇവിടെ സാൽസ്ബർഗിൽ ഇതെല്ലാം ഓപ്പൺ ആയി കഴിഞ്ഞു. ഇനി കുറച്ച് ഗ്ലൂ വൈൻ ട്രൈ ചെയ്യാം. ഗ്ലൂ വൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂടാക്കിയ വൈൻ. ഇതിനകത്ത് ഏതെങ്കിലും സ്ട്രോങ് ബിവറേജ് ആഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഭയങ്കര ചെറിയ അളവിലുണ്ടാവും. നല്ല തണുപ്പത്തൊരു ഗ്ലൂ വൈൻ കുടിച്ചുകൊണ്ടിരിക്കാൻ നമ്മുടെ കട്ടൻ കാപ്പി കുടിക്കുന്ന ഫീലായിരിക്കും. നമ്മൾ ഇവിടുന്ന് ഇറങ്ങിയായി. നമ്മളിവിടുത്തെ ഓൾഡ് ടൗൺ കണ്ടു. ഇനി നമ്മൾ പോകുന്നത് റെഡ് ബുൾ ഹാങ്ങേഴ്സ് 7ലേക്കാണ്. ഹാങ്ങർ 7 എന്ന് പറയുന്നത് ഒരു വലിയ മ്യൂസിയമാണ്. സാൽസ്ബർഗിൻ്റെ എയർപോർട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഇത്. ഇതിനൊരു എൻട്രി ഫീസ് ഒന്നുമില്ല. ഇതിവിടെ കുറേ വിൻറ്റേജ് വെഹിക്കിൾസും ഹെലികോപ്റ്റേഴ്സും ഫോർമുല 1ൻ്റെ വെഹിക്കിൾസൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. ജസ്റ്റ് 1 ടൈം വിസിറ്റിന് പറ്റിയൊരു സ്ഥലമാണ്. സോ ഇന്നത്തെ ഏറ്റവും നന്നായി കോപ്പറേറ്റ് ചെയ്ത എൻ്റെ കുഞ്ഞാവയ്ക്ക് താങ്ക് യു. ഓക്കെ, ടാറ്റാ പറഞ്ഞേ. ടാറ്റാ. നമ്മളിവിടുന്ന് ഇറങ്ങിയായി. ഹായ് മമ്മി. നമ്മൾ ഇതും കൂടി കണ്ട് ദിസ് വാസ് അവർ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. നമ്മളിനി ജർമ്മനിക്ക് തിരിച്ചു പോവാണ്. ടാറ്റാ.